ലീഡേഴ്സ് എക്യുപ്മെന്റ് ട്രേഡിങ്ങിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വിൽ ഡു ദ കംപ്ലീറ്റ് ജിം സെറ്റപ്പ്, ഫ്ലോർ മാറ്റിംഗ്, ഇന്റീരിയർ ഡിസൈൻ, പെയിന്റിംഗ്, ലൈറ്റിംഗ്, പിന്നെ അവർക്ക് എക്യുപ്മെന്റ്സ്, പ്ലേറ്റ് ലോഡഡ് മെഷീൻസ്, കാർഡിയോ സെക്ഷൻ, ഡംബിൾ സെക്ഷൻ, ഇതൊക്കെ എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു ഡിസൈൻ ലേ ഔട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതും നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഫ്രം ദ സ്ക്രാച്ച് നമ്മൾ അവരെ ബിൽഡ് ചെയ്യും. അവർക്ക് ജസ്റ്റ് ഒരു ഐഡിയ മതി, ലൈക്ക് ജിം എസ്റ്റാബ്ലിഷ് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ബാക്കി ജസ്റ്റ് കം ടു us, വിൽ ബി there ടു ഹെൽപ്പ് യു ഔട്ട്. നിങ്ങൾക്ക് ജിം സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഐഡിയ ഉണ്ട്, ജസ്റ്റ് കോൺടാക്ട് us. ഒരു മെഷീൻ വാങ്ങിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അവർ മെഷീൻ വെക്കുന്ന ആൾക്കാർ മാത്രമായിരിക്കും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജിം നടത്തി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. സോ അവർ സക്സസ് ആവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ അവരുടെ അസോസിയേറ്റ് ചെയ്യുന്നത്. അവർക്ക് വേണ്ട എക്യുപ്മെന്റ് അവരുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അവരുടെ എങ്ങനെയാണ് ബഡ്ജറ്റ് നോക്കിയിട്ട് ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ അവർക്ക് ജർമ്മനി പ്രൊഡക്റ്റോ അല്ലെങ്കിൽ US പ്രൊഡക്റ്റോ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റോ ഏത് വേണമെങ്കിലും നമ്മൾ സോഴ്സ് ചെയ്ത് കൊടുക്കും. സോ ഞങ്ങൾക്ക് അക്കാഡമി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സർട്ടിഫൈഡ് ട്രെയിനേഴ്സ്, പല ഡിഫറെൻറ്റ് നാഷണാലിറ്റി, അല്ലെങ്കിൽ ഇന്ത്യൻസ് ആണെങ്കിൽ ഇന്ത്യൻസ്, അല്ലെങ്കിൽ അതർ നാഷണാലിറ്റി, ഈവൻ GCC കൺട്രീസിലാണെങ്കിലും എവിടെയാണെങ്കിലും ജിം സെറ്റപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്കുള്ള ഹ്യൂമൻ റിസോഴ്സസ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ജിം എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ ജിം മാത്രമാണോ? ജിം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം, ഹോം ജിം അല്ലെങ്കിൽ വില്ല കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫ്ലാറ്റ് കമ്മ്യൂണിറ്റി കോൺസെപ്റ്റ്, എവിടെ വേണമെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. നമുക്ക് സോ ലൈക്ക് മിക്സ് ജിം ഉണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജിംസ് ഉണ്ട്. സോ ലേഡീസ് മാത്രമുള്ള ജിം, സോ അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ലൈക്ക് സ്കോപ്പ് എന്താണ് സാർ ഉള്ളത്? അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ പോസിറ്റീവ് റെസ്പോൺസ്, നല്ല ബിസിനസ് കിട്ടിയിട്ട് എനിക്ക് ഒരുപാട് ടെസ്റ്റിമോണിയൽസ് വീഡിയോ ഞങ്ങളുടെ പേജിലുണ്ട്. ഒരുപാട് ആൾക്കാർ ലേഡീസ് പറഞ്ഞു, സർ പഠിച്ചിറങ്ങി ഈ കോഴ്സ് കഴിഞ്ഞു, ഞാൻ ജിം സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ നന്നായിട്ട് ഏൺ ചെയ്യുന്ന എമൗണ്ട് പോലും അവരെനിക്ക് പറഞ്ഞു തരും. അവർ ക്യൂരിയോസിറ്റി കാര്യങ്ങൾ കൊണ്ട് കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് ഞങ്ങൾ ലീഡേഴ്സ് ഫിറ്റ്നസ് അക്കാഡമി 7,000ഓളം ട്രെയിനേഴ്സ് 7 രാജ്യങ്ങളിലായിട്ട് നമ്മൾ പഠിപ്പിച്ച് കംപ്ലീറ്റ് ആയി പാസ് ഔട്ടായി ഇറക്കിയിട്ടുണ്ട്. ജിം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, എൻ്റെ ഒരു ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്, ഹായ് എവരിവൺ, വെൽക്കം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഹർഷദ് AK. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ 15 years ആയി എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ്. അതിന് പുറമെ സാറിന്റെ പാഷനിൽ സ്റ്റാർട്ട് ചെയ്ത ഫിറ്റ്നസ് ഇൻഡസ്ട്രിയായിട്ടുള്ള സാറിന്റെ വരവ്, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ലീഡേഴ്സ് ഫിറ്റ്നസ് ഓൾ ഓവർ ലൈക്ക് നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് ജിംസ്, അക്കാഡമി ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത സാറിന്റെ കൂടെയാണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ സാർ ഒരു പുതിയ വെഞ്ചർ ആയിട്ട് വന്നിട്ടുണ്ട്, ലൈക്ക് ലീഡേഴ്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് ട്രേഡിംഗ്. സോ അതിനെ പറ്റിയിട്ട് എന്താണ് നമുക്ക് സാറിന് നിന്ന് അറിയാം. താങ്ക് യു ജസ്രീ. സോ ഹായ് ടു ഓൾ. നമ്മുടെ ലീഡേഴ്സ് ഫിറ്റ്നസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ലീഡേഴ്സ് ഗ്രൂപ്പ് നമുക്ക് ഒരുപാട് എഡ്യൂക്കേഷൻ സർവീസ് സെക്ടർ ചെയ്യുന്നൊരു ഗ്രൂപ്പാണ്. ഫിറ്റ്നസ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഫാഷൻ ആൻഡ് ബ്യൂട്ടി. കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് ഞങ്ങൾ ലീഡേഴ്സ് ഫിറ്റ്നസ് അക്കാഡമി ഏകദേശം ഒരു 7,000ഓളം ട്രെയിനേഴ്സ് 7 രാജ്യങ്ങളിലായിട്ട് നമ്മൾ പഠിപ്പിച്ച് കംപ്ലീറ്റ് ആയി പാസ് ഔട്ടായി ഇറക്കിയിട്ടുണ്ട്. ഞങ്ങൾ കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻ പറഞ്ഞാൽ UKPD അപ്രൂവൽ, അതോടൊപ്പം റെപ്സ് UAE അല്ലെങ്കിൽ റെപ്സ് ഇന്ത്യ, റെപ്സ് ഖത്തർ, റെപ്സ് ഫിലിപ്പീൻസ്, അങ്ങനെ ഓരോ കൺട്രിയിൽ വരുന്ന റെപ്സ് ലൈസൻസ് ആണ് ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സിന് കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻ. അതിന് ശേഷം ഞങ്ങൾ പുതിയൊരു വെഞ്ചറുമായി ലീഡേഴ്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് ട്രേഡിംഗ്, അതായത് കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് എഡ്യൂക്കേഷൻ സർവീസ് സെക്ടറിലുണ്ട്, ബ്രില്യൻസ് എന്നും ഇൻസ്പയർ അല്ലെങ്കിൽ ലീഡേഴ്സ് എന്ന് പറഞ്ഞ പേരിൽ. പക്ഷേ അതിനുശേഷമാണ് നമ്മൾ ഫിറ്റ്നസ് എഡ്യൂക്കേഷനിലോട്ട് വരുന്നത്. ഒരു 6 വർഷമായിട്ട് ഒരുപാട് ട്രെയിനേഴ്സ് നമ്മളിവിടുന്ന് പഠിച്ചിറങ്ങി. അപ്പോഴാണ് അവരുടെ റിക്വയർമെന്റ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരുപാട് ആളുകൾ സ്വന്തം ജിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ട്രെയിനർ ആണെങ്കിൽ പോലും അവർക്ക് എങ്ങനെയാണ് ഒരു നല്ലൊരു എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ജിം സെറ്റപ്പ് ചെയ്യേണ്ടത് എന്നുള്ള ഒരുപാട് ആശങ്കകൾ ഞങ്ങളുടെ സ്റ്റുഡൻസ് ഞങ്ങളോട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ആ ഒരു സ്കോപ്പ് ഓഫ് അവൈലബിലിറ്റി അനുസരിച്ചാണ് ഞങ്ങൾ ഈ ഒരു പുതിയൊരു ആശയം വെഞ്ചർ ലീഡേഴ്സ് എക്യുപ്മെന്റ് ട്രേഡിംഗ് ലോഞ്ച് ചെയ്യുന്നത് സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ലീഡേഴ്സ് എക്യുപ്മെന്റ് ട്രേഡിങ്ങിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വിൽ ഡു ദ കംപ്ലീറ്റ് ജിം സെറ്റപ്പ്. അതായത് ഒരു ജിം അവർ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആദ്യം നോക്കുക ലൊക്കേഷനാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷൻ. അതിൻ്റെ റെന്റ് വളരെ കുറഞ്ഞ രീതിയിൽ, അതുപോലെ തന്നെ ആളുകൾക്ക് വളരെ ആക്സസബിൾ ആയിട്ടുള്ള ലൊക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതാണ് ഒരു ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിച്ചതിന് ശേഷം അവർ ചിന്തിക്കുന്നത് അതിൻ്റെ ലേ ഔട്ട്, അതിൻ്റെ ഇന്റീരിയർ, അതായത് ഫ്ലോർ മാറ്റിംഗ്, ഇന്റീരിയർ ഡിസൈൻ, പെയിന്റിംഗ്, ലൈറ്റിംഗ്,
പിന്നെ അവർക്ക് ഈ എക്യുപ്മെന്റ്സ് ഓക്കെ, പ്ലേറ്റ് ലോഡഡ് മെഷീൻസ്, കാർഡിയോ സെക്ഷൻ, ഡംബിൾ സെക്ഷൻ, ഇതൊക്കെ എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു ഡിസൈൻ ലേ ഔട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതും നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം അവിടെ വേണ്ട കംപ്ലീറ്റ് ഈവൻ ഫ്ലോർ മാറ്റിംഗ് മുതൽ ജിം എക്യുപ്മെന്റ്സ്, പിന്നെ അവരുടെ ജിം സോഫ്റ്റ്വെയർ, ഒരു ജിം ഓപ്പറേറ്റ് ചെയ്യാൻ സോഫ്റ്റ്വെയർ ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്ത ജിം റോബോ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ തന്നെ ഏഴോളം വരുന്ന ജിമ്മിൽ നമ്മൾ ഓൾറെഡി ഇത് പരീക്ഷിച്ചിട്ട് സക്സസ്ഫുൾ ആയ ഒരു സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലയൻസിന് കൊടുക്കാൻ ഈസിയാണ്. വി ആർ കോൺഫിഡൻറ്റ്. അതിനുശേഷം അവർക്ക് വേണ്ട എക്യുപ്മെന്റ് ലൈക്ക് അവരുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവരുടെ എങ്ങനെയാണ് ബഡ്ജറ്റ് നോക്കിയിട്ട് ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ അവർക്ക് ജർമ്മനി പ്രൊഡക്റ്റോ അല്ലെങ്കിൽ US പ്രൊഡക്റ്റോ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റോ ഏത് വേണമെങ്കിലും നമ്മൾ സോഴ്സ് ചെയ്ത് കൊടുക്കും. അതോടൊപ്പം 1-2 കമ്പനി നമ്മൾ എക്സ്ക്ലൂസീവ് ഡീലറായിട്ട് മാറിയിട്ടുണ്ട്. സോ ക്ലയൻറ്റിന് വേണ്ട റിക്വയർമെന്റ് അനുസരിച്ച് അവർക്ക് അവരുടെ ഒരു കൺസൾട്ടൻ്റ് ആയിട്ട് അവർക്ക് എല്ലാം പറഞ്ഞു കൊടുത്ത് ഇതിൻ്റെ പ്ലസും മൈനസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ് ഞങ്ങളിത് കൺസൾട്ട് ചെയ്ത് അവർക്ക് കൊടുക്കാൻ പോകുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വൗ, ദാറ്റ്സ് എ ഗ്രേറ്റ് ന്യൂസ്. ആക്ച്വലി സാറിന്റെ വേർഡ്സ് നമുക്ക് മനസ്സിലാവും. ഫ്രം ദ സ്ക്രാച്ച് നമ്മൾ അവരെ ബിൽഡ് ചെയ്യും. അവർക്ക് ജസ്റ്റ് ഒരു ഐഡിയ മതി, ലൈക്ക് ജിം എസ്റ്റാബ്ലിഷ് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ബാക്കി ജസ്റ്റ് കം ടു അസ്, വിൽ ബി ദെയർ ടു ഹെൽപ്പ് യു ഔട്ട്. ലൈക്ക് ഇൻ എവറി സ്റ്റെപ്സ് വി വിൽ ബി ദെയർ. ലൈക്ക് സാറിന്റെ വേർഡ്സ് അത്രയും ക്ലിയർ ആണ്. ലൈക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടോ, നിങ്ങൾക്ക് ജിം സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഐഡിയ ഉണ്ട്, ജസ്റ്റ് കോണ്ടാക്ട് അസ്. നമ്മളുണ്ടാവും നിങ്ങളെ കൂടെ. ലൈക്ക് ഫുൾ ഫ്രം ലൈക്ക് ഫ്രം ദ ബേസ് ടു ദ ബിൽഡിംഗ് നമ്മളെല്ലാം കൂടെ ഉണ്ടാവും. 5 years ആയിട്ട് അക്കാഡമി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതിലെല്ലാം നമുക്ക് പാസ് ഔട്ട് ആയത് സ്റ്റുഡൻസും കാര്യങ്ങളും ട്രെയിനേഴ്സ് ഉണ്ട്, നമുക്ക് പ്രൊഫഷണൽ ട്രെയിനേഴ്സ്. സോ ഇവർക്ക് പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതാണ് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം ഈ ജിമ്മ് സെറ്റപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞു അവരുടെ അഡ്മിനിസ്ട്രേഷൻ ലെവലുള്ള സോഫ്റ്റ്വെയർ ഞങ്ങൾ കൊടുക്കും. അതോടൊപ്പം എക്യുപ്മെന്റ്സ്, ഇന്റീരിയർ ഡിസൈൻ, ലേ ഔട്ട് എല്ലാം നമ്മളെല്ലാം കൊടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അവർക്ക് ട്രെയിനേഴ്സിന് ആവശ്യമുണ്ട്. സോ ഞങ്ങൾക്ക് അക്കാഡമി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സർട്ടിഫൈഡ് ട്രെയിനേഴ്സ്, പല നാഷണാലിറ്റി, ഡിഫറെൻറ്റ് നാഷണാലിറ്റി, അല്ലെങ്കിൽ ഇന്ത്യൻസ് ആണെങ്കിൽ ഇന്ത്യൻസ്, അല്ലെങ്കിൽ അതർ നാഷണാലിറ്റി, ഈവൻ GCC കൺട്രീസിലാണെങ്കിലും എവിടെയാണെങ്കിലും ജിം സെറ്റപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്കുള്ള ഹ്യൂമൻ റിസോഴ്സസ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. കാരണം ഞങ്ങളുടെ തന്നെ ക്വാളിറ്റിയുള്ള ട്രെയിനേഴ്സ് പാസ്ഡ് ഔട്ട് ആണ്. അപ്പോൾ അവർക്ക് തന്നെ ഇന്റർവ്യൂ എടുക്കാം. ഇന്റർവ്യൂ എടുത്ത് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അവർ പ്ലേസ് ചെയ്യാം. പിന്നെ അവർ ഓൾറെഡി ട്രെയിൻഡ് ആണ്. പിന്നെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജിമ്മ് നടന്നത് കൊണ്ട് ആക്ച്വലി ഒരു മെഷീൻ വാങ്ങിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അവർ മെഷീൻ വെക്കുന്ന ആൾക്കാർ മാത്രമായിരിക്കും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജിമ്മ് നടത്തി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. സോ അവർ സക്സസ് ആവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ അവരുടെ അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കുള്ള ഗൈഡ് ലൈൻസ്, അവർക്കുള്ള എന്താണ് സംശയം, ഒരു ഓപ്പറേഷൻ കോസ്റ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡിസൈൻസ് എങ്ങനെ ഇറക്കണം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ ക്ലയൻസിന് എന്തൊക്കെ കൊടുക്കണം, എന്തൊക്കെ സെഷൻസ് കൊടുക്കണം, ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഇങ്ങനെയുള്ള ടോട്ടൽ കൺസൾട്ടേഷൻ വി വിൽ പ്രൊവൈഡ് ത്രൂ അവർ എക്സ്പീരിയൻസ്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ സാറിന്റെ വേർഡ്സ് നമുക്ക് മനസ്സിലായി. ലൈക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നമ്മൾ എല്ലാ ഫീൽഡിലും. സോ നിങ്ങൾക്ക് എന്ത് ട്രെയിനേഴ്സ് ആവശ്യമുണ്ടോ, എക്യുപ്മെന്റ്സ് ആവശ്യമുണ്ടോ, എല്ലാത്തിനും നമ്മൾ കൺസൾട്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് ഫ്രം ദ ലൈക്ക് നമ്മൾ ട്രെയിനേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സർട്ടിഫൈഡ് ആയ ഇന്റർനാഷണലി സർട്ടിഫൈഡ് ട്രെയിനേഴ്സ് ആണ് നമുക്കുള്ളത്. സോ ഇവരെ തന്നെ നിങ്ങൾ ജിമ്മിലേക്ക് പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻസും നമ്മൾ സാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ സാർ, അപ്പോൾ തിരിച്ച് എക്യുപ്മെന്റ് ട്രെയിനിങ്ങിലോട്ട് തന്നെ വരുവാണ്. അപ്പോൾ സാർ ഇതിനെ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ആരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ഇതിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട്? ഓക്കെ, ഞങ്ങളിപ്പോൾ നമ്മുടെ UAE ഹെഡ്ക്വാർട്ടേഴ്സിൽ ദുബായിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. അതുപോലെ ഇന്ത്യയിൽ കണ്ണൂരും കൊച്ചിയിലും നമ്മുടെ ഓഫീസ് ഉണ്ട്. ആക്ച്വലി ഞങ്ങളുടെ തന്നെ ജിമ്മിൽ ഇത് ഈ എക്യുപ്മെന്റ്സ്, ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് ഡീലർഷിപ്പ് ഉള്ള എക്യുപ്മെന്റ്സ് ഞങ്ങളുടെ ജിമ്മിൽ ഷോറൂമായിട്ട് അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് വന്ന് കാണാൻ പറ്റും. അതോടൊപ്പം അവർക്ക് ഞങ്ങൾ കൊട്ടേഷൻ ലൈക്ക് അവർ മറ്റ് സ്ഥലങ്ങളിൽ കോട്ട് എടുക്കുമ്പോൾ ഞങ്ങളുടെ കോട്ടും എടുക്കുക, ഞങ്ങളുടെ അടുത്ത് ഒന്ന് അപ്രോച്ച് ചെയ്യാം. സോ കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്നുള്ള വളരെ കോൺഫിഡൻറ്റോട് കൂടിയാണ് ഞങ്ങൾ ഈ ഒരു മേഖലയിലോട്ട് ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറൗണ്ടറായിട്ട് ഞങ്ങൾക്ക് ആ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞങ്ങളുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിൻ്റെ എൻഡിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗഷേഴ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ അയച്ചു കൊടുക്കും. ഇനീഷ്യൽ കൺസൾട്ടേഷൻ വേണമെങ്കിൽ വെർച്വലായിട്ടോ ഫേസ് ടു ഫേസോ ദേ കൻ ഡു ഇറ്റ് വിത്ത് അസ്. ഓക്കെ സാർ, ഇതുപോലെ ജിം എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ ജിമ്മ് മാത്രമാണോ അതോ വേറെ എന്തൊക്കെയാണ് സെറ്റപ്പ് ചെയ്യാനുള്ളത്? അതിലേക്ക് വരാം. ജിം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം, അതായത് ഇപ്പം ലൈക്ക് ഒരു വീട്ടിൽ ഹോം ജിമ്മ് അല്ലെങ്കിൽ വില്ല കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫ്ലാറ്റ് കമ്മ്യൂണിറ്റി കോൺസെപ്റ്റ് എവിടെ വേണമെങ്കിലും നമ്മൾ ജിമ്മ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അതോടൊപ്പം കൊമേഴ്ഷ്യൽ ജിംസും നമ്മൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ആർക്ക് വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം. പിന്നെ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഞങ്ങൾ കൊടുക്കും. മറ്റൊരാളായിട്ട് 24/7 മെയിൻ്റനൻസ് ടീം
ഞങ്ങളുടെ തന്നെ മെയിൻ്റെനൻസ് ടീം ഉണ്ടാവും. അവർ പോയി ഉടനടി എന്തെങ്കിലും ഇഷ്യൂസോ മെയിൻ്റെനൻസോ ഉണ്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഓക്കെ, പിന്നെ ലൈക്ക് കസ്റ്റമൈസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, ഈവൻ കസ്റ്റമൈസ് ആയിട്ടുള്ള അവരുടെ ബ്രാൻഡ് നെയിമിലുള്ള എക്യുപ്മെന്റ്സ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പ്രൊഡക്റ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ചുള്ള ഒരു ഡ്യൂറേഷൻ ഒക്കെ അവർക്ക് ടൈമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് കുറച്ചും കൂടി പ്രൈസ് റേഞ്ച് കുറഞ്ഞിട്ട് കിട്ടാൻ പറ്റും. ഒരു 90 days ഒക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇല്ല അവൈലബിൾ സ്റ്റോക്ക് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈസ് കുറച്ച് കൂടും. സോ അവരുടെ എന്താണോ അവർക്ക് വേണ്ടത് അതിനനുസരിച്ച് കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഏത് ജിമ്മും ഇവിടെ ഓൾറെഡി ബിസിനസ് ഇല്ല എന്ന് പറയുന്ന ജിമ്മ്, അല്ലെങ്കിൽ നിങ്ങൾ ജിമ്മ് വെച്ച് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു കൺസൾട്ടേഷൻ ലീഡേഴ്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് ട്രേഡിങ്ങിന്റെ ടീമിന്റെ എടുക്കുക. ഞങ്ങൾക്ക് അവരെ വളർത്തി കൊണ്ടുവരാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് നമുക്കുണ്ട്. സോ ദേ ക്യാൻ അപ്രോച്ച് അസ് ഫോർ ലൈക്ക് ആരെങ്കിലും സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമുക്ക് ഫ്രീ ആയിട്ട് കൺസൾട്ട് ചെയ്ത് നമുക്ക് ഒരുപാട് ഗൈഡ് ലൈൻസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് സോ ലൈക്ക് മിക്സ് ജിം ഉണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജിംസ് ഉണ്ട്. സോ ലേഡീസ് മാത്രമുള്ള ജിമ്മ്, സോ അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ലൈക്ക് സ്കോപ്പ് എന്താണ് സാർ ഉള്ളത്? ലേഡീസ് ഓൺലി ജിം. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ സ്റ്റുഡൻസ് പാസ്ഡ് ഔട്ട് ആയ ലേഡീസ് ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുന്നു, ലേഡീസ് ഓൺലി ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ പോസിറ്റീവ് റെസ്പോൺസ്, നല്ല ബിസിനസ് കിട്ടിയിട്ട് എനിക്ക് ഒരുപാട് ടെസ്റ്റിമോണിയൽസ് വീഡിയോ ഞങ്ങളുടെ പേജിലുണ്ട്. ഒരുപാട് ആൾക്കാർ ലേഡീസ് പറഞ്ഞു, സർ പഠിച്ചിറങ്ങി ഈ കോഴ്സ് കഴിഞ്ഞു ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ നന്നായിട്ട് ഏൺ ചെയ്യുന്നുണ്ട്, ഏൺ ചെയ്യുന്ന എമൗണ്ട് പോലും അവരെനിക്ക് പറഞ്ഞു തരും, അവർ ക്യൂരിയോസിറ്റി കാര്യങ്ങൾ കൊണ്ട്. സോ ഐ എം വെരി ഹാപ്പി. എൻ്റെ സ്റ്റുഡൻസ് ജിമ്മൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവർ ഡെവലപ്പ് ആവുന്നുണ്ട്, ഗ്രോത്ത് ആവുന്നത് കാണുമ്പോൾ ഐ എം വെരി മച്ച് ഹാപ്പി. സോ ഡിഫറെൻറ്റ് മോഡൽ. ഇപ്പോൾ നമുക്ക് ഒരുപാട് വലിയ സൈസുള്ള ജിമ്മ് വേണമെന്നില്ല. ഇപ്പോൾ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ജിമ്മ് ലൈക്ക് പേഴ്സണൽ ട്രെയിനിങ് ഉള്ളി മാത്രം ചെയ്യുന്ന ലേഡീസ് ജിമ്മുണ്ട്, ഇല്ലെങ്കിൽ ഗ്രൂപ്പ് എക്സ് ക്ലാസ്സസ് മാത്രം കൊടുക്കുന്ന ജിമ്മുണ്ട്. സോ ഡിഫറെൻറ്റ് ഇപ്പോൾ ഇന്നോവേറ്റീവ് ഐഡിയാസ് ആണ് വരുന്നത്. ലൈക്ക് പോർട്ടബിൾ ജിംസ് ഉണ്ട് ബീച്ചിലും, ഇതിലൊക്കെ ഡിഫറെൻറ്റ് ഇന്നോവേറ്റീവ് ന്യൂ ഐഡിയാസ് ആണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് സ്കോപ്പ് ഉണ്ട്. അത് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യാൻ, അതൊരു പാഷനായിട്ട് കൊണ്ടു നടക്കാൻ മറക്കാതിരിക്കുക എല്ലാവരും. സർ, അതുപോലെ തന്നെ ജിമ്മ് സെറ്റപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള കുറേ പേരുണ്ടാവും, ബട്ട് അവരുടെ ഒരു ഫണ്ട് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് ആയിരിക്കും. സോ അവർക്ക് ബേസിക്കായി നമ്മൾ എന്തായാലും ഒരു ജിമ്മ് സെറ്റപ്പ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ ഉണ്ടാവില്ലേ സർ? സോ അവർക്ക് വേണ്ടി അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? യെസ്, ജിമ്മ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, എൻ്റെ ഒരു ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ലൊക്കേഷൻ. ആ ഒരു ലൊക്കേഷൻ, നിങ്ങൾ ഏത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, ഏത് ആളുകളെയാണ് നിങ്ങൾ നോക്കുന്നത്? ലൈക്ക് ബാച്ചലർ കമ്മ്യൂണിറ്റി ആണോ, അല്ല ഫാമിലി ഓറിയൻറ്റഡ് റെസിഡൻഷ്യൽ ഏരിയയിലാണോ? അപ്പോൾ അതാദ്യം നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക, ഫിക്സ് ചെയ്ത് നോക്കുക മൈൻഡിൽ. അതിനനുസരിച്ചുള്ള ലൊക്കേഷൻ. ഗ്രൗണ്ട് ഫ്ലോർ ആവുന്നത് ബെറ്റർ ആണ്, ബട്ട് ഗ്രൗണ്ട് ഫ്ലോർ പോകുമ്പോൾ റെൻ്റ് എപ്പോഴും അധികമായിരിക്കും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഫസ്റ്റ് ഫ്ലോർ വരെ നമുക്ക് കൺസിഡർ ചെയ്യാം. റെൻറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. റെൻറ്റ് നോക്കുക. നമുക്ക് ഓപ്പറേഷൻ കോസ്റ്റ് മന്ത്ലി വരുമ്പോൾ നമുക്കത് ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ റെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ നമ്മുടെ ടീം, ക്വാളിഫൈഡ് ട്രെയിനേഴ്സ്, റിസപ്ഷനിൽ സെയിൽസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, നല്ല സെയിൽസ് സ്കില്ലുള്ള ആൾക്കാരെ നമ്മൾ ഇരുത്തുക. മാനേജർ ലെവലിൽ നല്ല സൂപ്പർവിഷൻ ക്വാളിറ്റിയുള്ള ആൾക്കാരെ ഇരുത്തുക. ക്ലീൻനെസ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ എക്യുപ്മെൻറ്റ്സ് അവരുടെ ബഡ്ജറ്റിൽ. നമുക്ക് ഒരിക്കലും ബ്രാൻഡഡ് ആയിട്ടുള്ള, നമുക്ക് ഹൈ ലെവൽ മെട്രിക്സ് പോലത്തെ ബ്രാൻഡ്, ലൈഫ് ഫിറ്റ്നസ് പോലത്തെ ബ്രാൻഡൊക്കെ ഉണ്ട്, പക്ഷെ അത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ നമ്മൾ ഏതാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള, നമുക്ക് നന്നായിട്ട് ഫീൽ വരുന്ന എക്യുപ്മെൻറ്റ്സ്, നല്ല ക്വാളിറ്റി ഉള്ള എക്യുപ്മെൻറ്റ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ഏതായാലും കുഴപ്പമില്ല. നല്ല ബ്രാൻഡ്, നല്ല മെക്കാനിസം ഉള്ള ബ്രാൻഡ് സെലക്ട് ചെയ്യുക. നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുക. ഒരു വളരെ കൺജസ്റ്റഡ് അല്ലാത്ത രീതിയിൽ ആളുകൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അത് എക്സ്പീരിയൻസ് ഉള്ള ട്രെയിനർ അവരെ കൂടെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ഗൈഡ് ദം. അങ്ങനെ അല്ലെങ്കിൽ നമ്മളും അവരെ ഗൈഡ് ചെയ്യും. സോ അങ്ങനെ ആ ഒരു നല്ല സെറ്റപ്പ്, പിന്നെ നല്ലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, നല്ലൊരു ഓപ്പറേറ്റിംഗ് ERP സിസ്റ്റം, നല്ലൊരു സോഫ്റ്റ്വെയർ, ഡെയിലി വരുന്ന ഫുട്ഫോൾ മോണിറ്റർ ചെയ്യുക, ഡെയിലി വരുന്ന എൻറോൾമെൻറ്റ്, റിന്യൂവൽസ്, റിട്ടൻഷൻ, പിന്നെ അവർക്കുള്ള എന്താ പറയുക, ചെറിയ കോമ്പറ്റീഷൻസ്, എൻഗേജ് ചെയ്യുക. നമ്മുടെ ആളുകളെ എപ്പോഴും എൻഗേജ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ഡെയിലി ശ്രദ്ധിച്ച് വരണം. പിന്നെ നല്ല മാർക്കറ്റിംഗ്, നല്ലൊരു മാർക്കറ്റിങ്സ് ടീം അവർക്കുണ്ടാവണം. ഇതെല്ലാം പിന്നെ എന്താ പറയുക, നമ്മുടെ ശ്രദ്ധ മൊത്തം ആ തുടങ്ങിയ ജിമ്മിലോട്ട് വേണം. ഓക്കെ, സോ ഇനീഷ്യലി തുടങ്ങുമ്പോൾ, നമുക്ക് ആദ്യത്തെ ഒരു ജിമ്മ് തുടങ്ങുമ്പോൾ ഒരു മിനിമം ലെവലിൽ തുടങ്ങിയാൽ മതി. ഒരു 3000 to 4000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അതല്ല, അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തവർ ഒരു പേഴ്സണൽ സ്റ്റുഡിയോ സെറ്റപ്പിൽ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2-3 പേഴ്സണൽ ട്രെയിനേഴ്സിനെ വെച്ച് ഓൺലി പേഴ്സണൽ ട്രെയിനിങ് എടുക്കുന്ന കോൺസെപ്റ്റിൽ, അങ്ങനെ ഡിഫറെൻറ്റ് മോഡൽസിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ജിമ്മ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നല്ലൊരു
ഓത്തോടു കൂടി നല്ലൊരു പ്ലാനോട് കൂടി വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ലോസ് വരില്ല, യു വിൽ ഹാവ് എ പ്രോഫിറ്റ് ഓൺലി എന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. സോ ഇത്രയും നേരം നമുക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് സർ തന്നിട്ടുള്ളത്. സോ ഇപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻസ് ജിം റിലേറ്റഡ്, അക്കാഡമി റിലേറ്റഡ് ഒക്കെ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ വരും. സോ ടിൽ ദെൻ ബൈ ഫ്രം ജസ്രീ.